1972-ൽ അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലെത്തിയ മാസ്റ്റർ രഘു പിന്നീട് പുള്ളിമാൻ, തെക്കൻകാറ്റ്, പുനർജന്മം, രാജഹംസം എന്നിങ്ങനെ ഒരു പിടി ചിത്രങ്ങൾ, പ്രയാണമടക്കമുള്ള ഭരതന്റെ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു മാസ്റ്റർ രഘു. പോസ്റ്ററിൽ മാസ്റ്റർ രഘുവിന്റെ പടം മാത്രം മതിയായിരുന്നു ചിത്രം ജയിക്കാൻ. 70കൾ അങ്ങനെയായിരുന്നു. മാസ്റ്റർ രഘു എന്ന കൊച്ചുകുട്ടി മലയാള സിനിമയുടെ ഭാഗമായി മാറി. നസീറിനോടൊപ്പവും സത്യനോടൊപ്പവും ഒക്കെ അഭിനയിച്ച മാസ്റ്റർ രഘു മലയാളത്തിൽ തൻ്റേതായ ആരാധകരെ സൃഷ്ടിച്ചു. പ്രത്യേകിച്ചും സ്ത്രീകളായിരുന്നു മാസ്റ്റർ രഘു എന്ന കൊച്ചുകുട്ടിയെ ആരാധിച്ചത്. അങ്ങനെ ആ കൊച്ചുകുട്ടി മലയാളത്തിൽ എല്ലാമെല്ലാമായി മാറി. ബാബുമോൻ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമാണ് മാസ്റ്റർ രഘുവിന് ഒരുപാട് പ്രശംസ ഉണ്ടാക്കിക്കൊടുത്തത്. ബാബുമോൻ വൻ ഹിറ്റായിരുന്നു മലയാളത്തിലും തമിഴിലും. ജന്മം കൊണ്ട് തമിഴ്നാട്ടിലാണ് മാസ്റ്റർ രഘുവിൻ്റെ ജനനം. ജന്മം കൊണ്ട് തമിഴൻ. പക്ഷെ മലയാളത്തിൽ എത്തിയപ്പോൾ മാസ്റ്റർ രഘു കുസൃതിക്കാരനായ ഒരു കുട്ടിയുടെ ഫിഗറായി മാറി. മറ്റൊരു സീത, പ്രവാഹം, അയോധ്യ, കല്യാണപ്പന്തൽ, ചട്ടമ്പി കല്യാണി എന്നിങ്ങനെ കുറേയേറെ ചിത്രങ്ങളിൽ മാസ്റ്റർ രഘു അഭിനയിച്ചു. മാസ്റ്റർ രഘു ചിത്രത്തിലുണ്ടെങ്കിൽ കുടുംബ പ്രേക്ഷകരെ ഇടിച്ചു കയറുന്ന സാഹചര്യമുണ്ടായി. കാരണം ഒരാൺകുട്ടിയുടെ കുസൃതി തരങ്ങൾ മനോഹരമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഏകദേശം 25-ലധികം ചിത്രങ്ങൾ അദ്ദേഹം ബാലതാരമായി അഭിനയിച്ചു. അതിനുശേഷം അദ്ദേഹം മുതിർന്ന താരമായി മാറി. കരൺ എന്ന പേരിൽ തമിഴിൽ അദ്ദേഹം പ്രശസ്തനായി മാറി. ഇണയിലെ വിനോദാണ് മാസ്റ്റർ രഘുവിനെ മുതിർന്ന ശേഷം സ്വീകരിച്ച വേഷം. പിന്നെ കുയിലിനെ തേടി എന്ന ചിത്രം. കുയിലിനെ തേടി എന്ന ചിത്രം മാസ്റ്റർ രഘുവിൻ്റെ ക്ലാസിക് ചിത്രമാണ്. മലയാളത്തിൽ മുതിർന്ന ശേഷം മാസ്റ്റർ രഘുവിന് വലിയ വേഷങ്ങളൊന്നും ലഭിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ തമിഴിൽ അണ്ണാമല എന്ന രജനീകാന്ത് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. തമിഴിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ അത്യാവശ്യം തമിഴ് പ്രേക്ഷകർ കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ തലമുറ മാറിയപ്പോഴാണ് കരൺ എന്ന മാസ്റ്റർ രഘുവിന് തിരിച്ചടിയായത്. തമിഴ് സിനിമയിൽ തലമുറ കൈമാറ്റം സംഭവിച്ചപ്പോൾ, വിജയ് കടന്നു വന്നപ്പോൾ, സൂര്യ കടന്നു വന്നപ്പോൾ ഒക്കെ കരണിന് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു. കരണിന് സിനിമകൾ കുറഞ്ഞു. സിനിമ കുറഞ്ഞെങ്കിലും അദ്ദേഹം ചെറിയ റോളുകളിലൊക്കെ പിടിച്ചു നിൽക്കുമായിരുന്നു. ഈ കാലത്ത് ഒന്നും ചെയ്യാൻ കരൺ എന്ന മാസ്റ്റർ രഘുവിന് കഴിഞ്ഞില്ല. മാസ്റ്റർ രഘു ആയിരുന്നപ്പോൾ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടനായിരുന്നു അദ്ദേഹം. നസീറിൻ്റെയും മറ്റ് നടന്മാരുടെയും അന്നത്തെ കാലത്ത് മകനായി അദ്ദേഹം അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ എവർഗ്രീൻ ഹിറ്റ് ബാബുമോൻ തന്നെയാണ്. ബാബുമോൻ എന്ന ചിത്രത്തിൽ ബാബുമോനായി ടൈറ്റിൽ കഥാപാത്രം അദ്ദേഹം അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർ ഹൃദയം തുറന്നു മാസ്റ്റർ രഘുവിനെ സ്വീകരിച്ചു. മാസ്റ്റർ രഘു ഇണയിലൂടെ പുതിയ തരംഗമായി മാറി. എന്തായാലും പിന്നീട് മാസ്റ്റർ രഘു മലയാളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചില്ല. മലയാളത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാഞ്ഞതാണ് മാസ്റ്റർ രഘുവിന് തിരിച്ചടിയായത്. നിരവധി നിർമ്മാതാക്കൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ക്യൂ നിൽക്കുമായിരുന്നു മാസ്റ്റർ രഘുവിനെ ഒന്ന് കിട്ടാൻ വേണ്ടി. അന്നത്തെ പ്രമുഖ ചലച്ചിത്ര വാരികകളും മാസ്റ്റർ രഘുവിൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കാൻ മത്സരം കാട്ടിയിരുന്നു. കാരണം അത്ര ഇമേജായിരുന്നു, പൊൻ വിലയായിരുന്നു മാസ്റ്റർ രഘുവിന്. പക്ഷേ തമിഴിലേക്ക് പോയപ്പോൾ എല്ലാം താറുമാറായി. തലമുറ മാറിയപ്പോൾ അദ്ദേഹം ഫീൽഡ് ഔട്ടായി. എന്നിരുന്നാലും സജീവമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. മലയാള സിനിമയിലെ ഒരു കാലഘട്ടം നോക്കുമ്പോൾ, ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ മാസ്റ്റർ രഘു ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിരശ്ശീലയിലും കളർ തിരശ്ശീലയിലുമൊക്കെ ചടുലമായി നിൽക്കുന്ന മാസ്റ്റർ രഘുവിനെ കാണാം.